അഞ്ചൽ മാർക്കറ്റിൽ ഒരു മാസം മുമ്പ് തീപിടുത്തമുണ്ടായ സ്ഥലത്ത് അർദ്ധരാത്രിയിൽ വീണ്ടും തീപിടിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് പ്ലാസ്റ്റിക് മാലിന്യത്തിന് വീണ്ടും തീപിടിച്ചത്. രാത്രി 1 മണിയോടെ തീ ആളിപ്പടരുന്നത് കണ്ട നാട്ടുകാർ ഫയർഫോഴ്സിലും അഞ്ചൽ പോലീസിലും വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു. മാർക്കറ്റിൽ കൂട്ടിയിട്ടിരുന്ന മാലിന്യത്തിൽ നിന്നാണ് തീ ആളിപ്പടർന്നത്. കഴിഞ്ഞ മാസം 5-ാം തീയതി രാത്രിയിൽ ഇവിടെയുണ്ടായ തീപിടുത്തത്തിൽ 1 കോടിയിലധികം രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. അന്നും പുനലൂർ, കടയ്ക്കൽ, പത്തനാപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകളുടെ ശ്രമഫലമായാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അന്ന് കത്തി നശിച്ചതും അല്ലാത്തതുമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. തീ കത്തിയതല്ല, കത്തിച്ചതാണെന്ന് നാട്ടുകാരും വ്യാപാരികളും റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെ ആരോപിക്കുമ്പോൾ ദുരൂഹത അകറ്റാനുള്ള യാതൊരുവിധ നടപടികളും ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അന്വേഷണം നടക്കുന്നതിനാൽ മാലിന്യം നീക്കം ചെയ്യാൻ കഴിയില്ലെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ നിലപാട്. ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ മാലിന്യങ്ങൾ മാറ്റുമെന്ന് ആഴ്ചകൾക്ക് മുമ്പ് അഞ്ചൽ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിരുന്നു. ആദ്യം തീപിടുത്തമുണ്ടായപ്പോൾ MLA-യുടെ നിർദ്ദേശപ്രകാരം സ്ഥലം സന്ദർശിച്ച അധികൃതർ ഉടൻ തന്നെ മാലിന്യം നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെ നിരവധി ഉറപ്പുകളാണ് നൽകിയത്. ഇവയും പാലിക്കപ്പെട്ടിട്ടില്ല. പലതവണ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ ഇവിടുത്തെ ആക്ഷൻ കൗൺസിലും പ്രദേശവാസികളൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ള മാലിന്യം നീക്കം ചെയ്യണം എന്നുള്ളത്. പ്രായോഗികമായി ധാരാളം ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ തന്നെയും മഴക്കാലം എത്തുന്നതിന് മുമ്പെങ്കിലും അടിയന്തരമായി ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ള മാലിന്യം നീക്കം ചെയ്യാനും അതുപോലെ തന്നെ അടിക്കടി ഉണ്ടാകുന്ന തീപിടുത്തത്തെ സംബന്ധിച്ച് ഒരു ദുരൂഹത നിലനിൽക്കുന്നത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണോ എന്നുള്ള കാര്യത്തിലൊരു സംശയം പൊതുജനങ്ങൾക്കുണ്ട്. ആ സംശയം ദൂരീകരിക്കാൻ വേണ്ടപ്പെട്ട അധികാരികൾ തയ്യാറാവണം. അതിനകത്തൊരു അന്വേഷണം നടത്തണം. ഈ പ്രദേശവാസികൾ, മാർക്കറ്റിന് പരിസരത്ത് താമസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നം കൂടിയാണ്. കുട്ടികളടക്കം ഈ പരിസര പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഈ മാലിന്യത്തിൻ്റെ നിക്ഷേപവും അതുപോലെ ഈ തീപിടുത്തവും ഒക്കെ വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും പോലീസിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടികൾ ഉണ്ടാകണം. ഈ തീപിടുത്തം ഇങ്ങനെ ഇടയ്ക്കിടെ ഉണ്ടാകുന്നതൊന്നല്ല, മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് ഇവിടെ തുടരുന്നതൊന്നല്ല. അതുകൊണ്ട് അതിനൊരു പരിഹാരം കാണാൻ ദയവായി പഞ്ചായത്ത് അധികാരികളും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ അധികാരികളൊക്കെ തയ്യാറാകണം എന്നാണ്. മാലിന്യങ്ങൾ നീക്കം ചെയ്യാതായതോടെ ഇവിടെ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആരും വരാതെയായി. ആരോഗ്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അടിക്കടി ഉണ്ടാകുന്ന തീപിടുത്തത്തെക്കുറിച്ച് ഊർജിതവും സമഗ്രവുമായ അന്വേഷണം വേണമെന്ന് ടൗൺ റെസിഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാട്ടുവാർത്ത, അഞ്ചൽ.